തിരുവിതാംകൂർ ദേവസ്വമുള്ള സെക്രട്ടറിയായിരുന്ന ജയശ്രീയുടെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കുന്ന ദിവസമാണ് ആർ അച്യുതൻ. എന്തൊക്കെ വിവരങ്ങളാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ജയശ്രീ ഒഴികെയുള്ള ആർക്കും തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് നേരിയ ആശ്വാസം പോലും ലഭിച്ചിട്ടില്ല. കാരണം അവരുടെ എല്ലാം ജാമ്യാപേക്ഷ സുപ്രീം കോടതി രൂക്ഷ വിമർശനത്തോടെയാണ് തള്ളിക്കളഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ജയശ്രീക്ക് മാത്രമാണ് ഇതിലൊരു നേരിയ ആശ്വാസം സുപ്രീം കോടതിയിൽ നിന്ന് തുടക്കം മുതൽ ലഭിക്കുന്നത്. ഇതിൽ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജയശ്രീ ഈ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഇത് കഴിഞ്ഞ തവണ പരിഗണിച്ച ആദ്യഘട്ടത്തിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം വീണ്ടും തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ജയിലിൽ മതിയായ തരത്തിൽ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം പുറപ്പെടുവിക്കാം എന്നായിരുന്നു. പക്ഷേ ഒടുവിൽ സുപ്രീം കോടതി തന്നെ ഈ ഇടക്കാല ഉത്തരവ്, അതായത് ഈ അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് വീണ്ടും നീട്ടി നൽകുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ഈ മാസം 18-ന് ജയശ്രീയോട് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാനും ഉള്ള നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ സുപ്രീം കോടതി കേസിൽ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ അത് ഏറെ സുപ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം കഴിഞ്ഞ തവണ പറഞ്ഞത് ശബരിമലയിലെ മൊത്തം സ്വർണം കൊള്ളയടിച്ചില്ലേ, അത്തരം വാർത്തകൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, കൊടിമരത്തിലെ സ്വർണ്ണമടക്കം പോയതായുള്ള വാർത്തകൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി വാക്കാൽ പരാമർശിക്കുകയുണ്ടായി. എന്തായാലും അതിനുശേഷമാണ് വീണ്ടും ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതിയിലേക്ക് വരുന്നത്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നു എന്നാണ് ജയശ്രീ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ SIT ജയശ്രീക്ക് ജാമ്യം നൽകരുത് എന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു ആവശ്യത്തിൽ തന്നെ SIT ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ ജാമ്യാപേക്ഷ വരുമ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനം എന്താണ് എന്നുള്ളത് ഏറെ നിർണായകമാണ്. കേസിൽ മറ്റ് പ്രതികൾക്ക് കിട്ടാത്തൊരു ആശ്വാസം ജയശ്രീക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുമോ, അതോ ജയശ്രീയുടെ ജാമ്യാപേക്ഷയും സുപ്രീം കോടതി തള്ളിക്കളയുമോ എന്നതാണ് ഇനി കേസിൽ കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.